കെ ശൈലജ കൂത്തുപറമ്പിൽ CPM സ്ഥാനാർത്ഥിയാകും. പേരാവൂരിൽ ബിനോയ് കുര്യനായിരിക്കും. അഴീക്കോട് മണ്ഡലത്തിൽ നികേഷ് കുമാർ CPM സ്വതന്ത്രനായി മത്സരിപ്പിക്കാനും ധാരണയായി. ഇന്ന് ചേർന്ന CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. സുനിൽ ഐസക് വിവരങ്ങളുമായി. സുനിൽ ഐസക്, ജില്ലാ കമ്മിറ്റി യോഗത്തിലെ തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അപർണ, കണ്ണൂർ ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ, അതായത് കൂത്തുപറമ്പ്, പേരാവൂര്, അഴീക്കോട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങൾക്ക് അവസാനമായിരിക്കുന്നു എന്ന് പറയാം. അല്പം മുമ്പ് ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും തുടർന്ന് നടന്ന ജില്ലാ കമ്മിറ്റി യോഗവുമാണ് ഇക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. കൂത്തുപറമ്പിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവുമായ കെ ശൈലജ ടീച്ചർ CPM സ്ഥാനാർത്ഥി മത്സരിക്കും. പേരാവൂരിൽ ഈ മുൻപ് കെ ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥി ആകുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന പേരാവൂരിൽ DYFI നേതാവും അതുപോലെ തന്നെ ഇരിട്ടി ഏരിയ സെക്രട്ടറിയുമായ ബിനോയ് കുര്യനാണ് സ്ഥാനാർത്ഥി. ഒപ്പം അഴീക്കോട് മണ്ഡലത്തിൽ MP നികേഷ് കുമാർ CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനും തീരുമാനമായിരിക്കുന്നു. ഇന്നലെയായിരുന്നു ഇത് സംബന്ധിച്ച ചില അനൌദ്യോഗികമായ ചർച്ചകൾ ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരം ചർച്ചകൾ നടന്നത്. ഇതിന് അന്തിമ അനുമതി നൽകുക എന്നത് മാത്രമായിരുന്നു ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരുന്ന അജണ്ട. കൂത്തുപറമ്പിൽ മുൻപ് INL മത്സരിച്ച സീറ്റായിരുന്നു. ഈ സീറ്റ് CPM ഏറ്റെടുക്കുകയും തുടർന്ന് അവിടെ CPM സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. CPMന്റെ മുൻ ഏരിയ സെക്രട്ടറി, കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി P ഹരീന്ദ്രനെയായിരുന്നു ഇവിടെ സ്ഥാനാർത്ഥിയായി CPM ജില്ലാ നേതൃത്വം പരിഗണിച്ചിരുന്നത്. ഇതിന് സംസ്ഥാന നേതൃത്വം അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കെ ശൈലജയ്ക്ക് കുറെ കൂടി ഉറപ്പുള്ള അല്ലെങ്കിൽ ഒരു വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് നൽകണം എന്ന ഒരു നിലപാട് സംസ്ഥാന നേതൃത്വം എടുത്തു. ഇതേ തുടർന്നാണ് കൂത്തുപറമ്പിൽ കെ ശൈലജയെ മത്സരിപ്പിക്കാനും പകരം പേരാവൂരിൽ ഇരിട്ടി ഏരിയ സെക്രട്ടറി ബിനോയ് കുര്യന് സീറ്റ് നൽകാനും പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, കൂത്തുപറമ്പിൽ P ഹരീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഇവിടെ M സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഒരു ആവശ്യവും ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു. ഇതും ശൈലജ ടീച്ചറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് കാരണമായിട്ടുണ്ട്. പേരാവൂരിലേക്ക് വന്നാൽ പേരാവൂരിൽ ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയാണ്. പേരാവൂർ ഭൂരിപക്ഷം ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയാണ്. ഇവിടെ സണ്ണി ജോസഫാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബിനോയ് കുര്യനെ മത്സരിപ്പിച്ചാൽ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു ധാരണ അല്ലെങ്കിൽ അത്തരമൊരു ചർച്ച പാർട്ടിക്കുള്ളിലുണ്ട്. മറ്റൊന്ന് അഴീക്കോടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അഴീക്കോട് CMP സ്ഥാനാർത്ഥിയായി MP നികേഷ് കുമാർ, മാധ്യമപ്രവർത്തകനും MP രാഘവന്റെ മകനുമായ MP നികേഷ് കുമാർ മത്സരിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്ന വാർത്തകൾ. എന്നാൽ ഇപ്പോൾ CMP സ്ഥാനാർത്ഥിയായല്ല, മറിച്ച് CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് MP നികേഷ് കുമാർ അഴീക്കോട് മത്സരിക്കുക എന്ന തീരുമാനം എടുത്തിരിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനങ്ങളാണ് സുനിൽ ഐസക് വിശദീകരിച്ചത്. കെ ശൈലജ കൂത്തുപറമ്പിലും പേരാവൂരിൽ ബിനോയ് കുര്യനും അഴീക്കോട് നികേഷ് കുമാറും മത്സരിക്കും. വിശദാംശങ്ങളാണ് നൽകിയത്.